എല്ലാവർക്കും ഹിന്ദി ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഭക്തി പ്രത്യയ എന്ന വിഷയത്തെക്കുറിച്ചാണ്. രണ്ട് വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഘടകത്തെയാണ് വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, അശോകൻ പശുവിനെ കണ്ടു. ഇവിടെ നേ എന്നത് ഒരു വിഭക്തി പ്രത്യയമാണ്. നേ എന്ന വിഭക്തി ഉപയോഗിച്ചില്ലെങ്കിൽ അശോകൻ പശു കണ്ടു എന്നാകും. ആ വാക്കുകൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, അർത്ഥം പൂർണ്ണമാകുകയില്ല. അശോകൻ പശു എന്നീ ഈ രണ്ട് വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഇവിടെ വിഭക്തി പ്രത്യയം ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം, രാമൻ്റെ വീട്ടിൽ ആനയുണ്ട്. ഇവിടെ ഇന്ത്യ എന്ന വിഭക്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യ എന്ന വിഭക്തി ഉപയോഗിച്ചില്ലെങ്കിൽ രാമൻ വീട്ടിൽ ആന ഉണ്ട് എന്നാകും. ഇവിടെയും വിഭക്തി ഇല്ലെങ്കിൽ അർത്ഥം പൂർണ്ണമാകില്ല. ഇങ്ങനെ രണ്ട് വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ ഘടകത്തെയാണ് വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത്. ഹിന്ദിയിൽ പ്രധാനമായിട്ടും 7 വിഭക്തി പ്രത്യയങ്ങളാണ് ഉള്ളത്. അവ ചുവടെ ചേർക്കുന്നു: നേ, കോ, സേ, മേം, പർ, ക, കെ, കി, കേലിയെ. ഇവയാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വിഭക്തി പ്രത്യയങ്ങൾ. ഇനി നമുക്ക് അവയുടെ അർത്ഥം നോക്കാം. നേ, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, എന്നാൽ വളരെയധികം ആവശ്യമുള്ള, വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഭക്തി പ്രത്യയമാണ് നേ. അവ ഉപയോഗിക്കുന്ന ഈ രീതിയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന പാഠഭാഗങ്ങളിൽ പരിചയപ്പെടാം. അടുത്ത വിഭക്തി പ്രത്യയം നോക്കാം. കോ. കോ എന്ന വിഭക്തി പ്രത്യയത്തിൻ്റെ അർത്ഥം ഇക്ക്, ന്, യെ. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവൻ പ്ലസ് ഇക്ക് എന്ന വിഭക്തി പ്രത്യയം ചെയ്യുമ്പോൾ അവൾക്ക് എന്ന അർത്ഥമാകും. അതുപോലെ ന്, അവൻ പ്ലസ് ന്, അവന്, അവയെ. ഇങ്ങനെയാണ് കോ എന്ന വിഭക്തി പ്രത്യയം ഉപയോഗിക്കുന്നത്. സേക്ക് 7 അർത്ഥമാണ് ഉള്ളത്. ആൽ, മുതൽ, കൊണ്ട്, ഓട്, നിന്ന്, പറ്റി, കാൺ. അവനാൽ, ഇന്നു മുതൽ, അവളെ കൊണ്ട്, അവളോട്, അവനിൽ നിന്ന്, അവനെ പറ്റി, അവനേക്കാൾ എന്നിങ്ങനെ സെ ചേർക്കാവുന്നതാണ്. അടുത്തത് മേം. ഇൽ, ഉള്ളിൽ, മുറിക്കുള്ളിൽ, അവളിൽ, അവനിൽ, അവയിൽ എന്നൊക്കെ ചേർക്കാൻ മേം എന്ന വിഭക്തി പ്രത്യയം ആവശ്യമാണ്. അതുപോലെ പർ, മേൽ, പുറത്ത് എന്നാണ് അർത്ഥം. മേൽ, അവയുടെ മേൽ, അവൻ്റെ മേൽ, മുറിക്ക് പുറത്ത് എന്നൊക്കെ പറയുകയാണെങ്കിൽ പർ എന്ന വിഭക്തി പ്രത്യയം ഉപയോഗിക്കണം. അടുത്തത് ക, കെ, കി. ഇൻ്റെ, ഉടെ, ഉള്ള, ലേ. അവൻ്റെ, അവളുടെ, അവനിലുള്ള, അവയിലെ എന്നൊക്കെ കാക്കേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇത് ഒരുമിച്ച് ഉപയോഗിക്കുന്നതല്ല. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വരുന്ന പാഠഭാഗങ്ങളിൽ ഞാൻ തരാം. അടുത്തത് കേലിയ. കേലിയയ്ക്ക് വേണ്ടി എന്നാണ് അർത്ഥം. അവന് വേണ്ടി, അവൾക്ക് വേണ്ടി, അവയ്ക്ക് വേണ്ടി എന്നൊക്കെ ഉപയോഗിക്കാൻ കേലി എന്ന വിഭക്തി പ്രത്യയം ഉപയോഗിക്കാം. പ്രസ്തുത പാഠഭാഗങ്ങൾ എൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ ഉദാഹരണങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ അഡ്രസ് www.sharvest.com/grammar. കൂടുതൽ ഉദാഹരണങ്ങളും വിശദീകരണങ്ങളും വരുന്ന പാഠഭാഗങ്ങളിൽ നൽകുന്നതാണ്. അടുത്ത പാഠം സർവനാമമാണ്. അതിനായി എൻ്റെ അടുത്ത വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി.